പ്രേമ, ഈ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിട്ടും ഇന്ത്യ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ ഇറക്കുന്നതിൽ ഒരു കുറവില്ല എന്നാണ് ഇപ്പോൾ അറിയുന്നത്. അതായത് റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി നിർത്തണം എന്ന് ഇന്ത്യയോട് അമേരിക്ക ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ഇപ്പോഴും നിർബാധം ക്രൂഡ് ഓയിൽ ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്. അതിൻ്റെ പിന്നിലെ കാരണം എന്താണ്? അതിൽ ഇന്ത്യക്ക് പിന്നെ ഇത് നിർത്തുന്നതിന്, അതായത് ഇങ്ങനെ ക്രൂഡ് ഓയിൽ വരുന്നത് ഇന്ത്യ അറിയാതെ മറ്റേതെങ്കിലും വഴി വരുന്നതാണോ? എന്താണ് അതിൻ്റെ പിന്നിലെ കാരണം? ഇതില് ഒരുപാട് രസകരമായ വസ്തുതകൾ ഇതിന്റെമായി ബന്ധപ്പെട്ട് ഇപ്പൊ പുറത്തു വരികയാണ്. അപ്പൊ ഈ അന്താരാഷ്ട്ര തലത്തില് ഈ ക്രൂഡ് ഓയിലിന്റെ കയറ്റുമതി ഇറക്കുമതി, അതേപോലെ അന്താരാഷ്ട്ര ഈ ധന വിനിമയം, ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിരീക്ഷിക്കുന്ന കെപ്ലർ എന്ന് പറയുന്ന ഒരു ഏജൻസി പുറത്തുവിട്ട കണക്ക് പ്രകാരം റഷ്യയിൽ നിന്ന് ഇന്ത്യയിലേക്ക് ക്രൂഡ് ഓയിൽ വന്നുകൊണ്ടേയിരിക്കുന്നു. പക്ഷെ അത് ചില അജ്ഞാതരാണ് കൊണ്ടുവരുന്നത്. ഇന്ത്യയിൽ അറിയപ്പെടുന്ന കമ്പനികളാണ് നേരത്തെ ക്രൂഡ് ഓയിൽ കൊണ്ടുവന്നിരുന്നതെങ്കിൽ ഇപ്പോ ആരാണ് കൊണ്ടുവരുന്നത് എന്ന് പേര് വെളിപ്പെടുത്തിയിട്ടില്ല. ആരൊക്കെയോ കൊണ്ടുവരുന്നു. അപ്പൊ അതിന് ഔദ്യോഗികമായിട്ട് ഇന്ത്യ മറുപടി പറയേണ്ടതില്ല എന്നുള്ളതാണ് ഇതിന്റെ പിന്നിലെ ഒരു വാസ്തവം. അപ്പൊ ഇവിടെ ചില കണക്കുകളാണ് ഇത് സൂചിപ്പിക്കുന്നത്. കാരണം കഴിഞ്ഞ വർഷം 2024 റഷ്യയിൽ നിന്ന് ഇന്ത്യ കൊണ്ടുവന്ന ക്രൂഡ് ഓയിൽ ശരാശരി 17.5 ലക്ഷം ബാരലാണ് ഒരു ദിവസം കൊണ്ടുവന്നുകൊണ്ടിരുന്നത്. അതിപ്പോ ഏതാണ്ട് 2025 അത് ഒരു 15 ലക്ഷമായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അതിന്റെ കാരണം കഴിഞ്ഞ 2 മാസമായിട്ട് ഇന്ത്യയുടെ ക്രൂഡ് ഓയിലിൽ റഷ്യൻ ക്രൂഡ് ഓയിൽ കൊണ്ടുവരുന്നതിൽ വലിയ കുറവ് അനുഭവപ്പെടുന്നു. അതാണ് ഈ 17.5 ലക്ഷം ഇപ്പോ അതൊരു 15 ലക്ഷം ശരാശരിയിലേക്ക് കുറഞ്ഞത്. പക്ഷെ നവംബറിൽ ഉണ്ടായ കണക്ക് ഈ കപ്ലർ പുറത്തുവിടുന്നുണ്ട്. അന്ന് നവംബർ 21-നാണ് ഈ അമേരിക്ക ഏർപ്പെടുത്തിയ ഉപരോധം അത് നടപ്പിലാക്കപ്പെട്ടത്. അപ്പൊ ആ 21-ന് മുമ്പ് വരെ ഈ അജ്ഞാതർ, പേര് വെളിപ്പെടുത്താത്ത ഇടപാടുകാർ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന ക്രൂഡ് ഓയിലിന്റെ അളവ് വളരെ പരിമിതമായിരുന്നു. പക്ഷേ ഈ നവംബർ 21-ന് ശേഷം ഡിസംബർ ഇന്ന് 15 കഴിഞ്ഞു, ഇതുവരെയുള്ള കണക്കിൽ ഈ അജ്ഞാതർ, പേര് വെളിപ്പെടുത്താത്തവർ കൊണ്ടുവരുന്ന ക്രൂഡ് ഓയിലിന്റെ അളവ് വലിയ രീതിയിൽ വർദ്ധിച്ചു. മൊത്തം കൊണ്ടുവരുന്ന ക്രൂഡ് ഓയിലിന്റെ 1% ഈ അജ്ഞാതർ കൊണ്ടുവരുന്ന ക്രൂഡ് ഓയിലാണ് ഇന്ത്യയിൽ ഇപ്പോൾ എത്തുന്നത് എന്നുള്ളതാണ് കെപ്ലർ പുറത്തുവിടുന്ന വിവരം. അപ്പൊ ഇവിടെ കഴിഞ്ഞ നവംബർ അവസാനം വന്ന കണക്കനുസരിച്ച് ഇന്ത്യ വാങ്ങുന്ന പ്രതിദിന ക്രൂഡ് ഓയിൽ എന്ന് പറയുന്നത് ഏതാണ്ട് 7 ലക്ഷം ബാരലിന് താഴെയായിരുന്നു. അതിന് തൊട്ടു മുമ്പ്, ഈ ഉപരോധം വരുന്നതിന് തൊട്ടു മുമ്പ് വരെ ഇത് പരമാവധി 55 ലക്ഷം വരെയൊക്കെ പോയെന്നൊക്കെ ചരിത്രങ്ങൾ, ചില ദിവസങ്ങളിൽ 55 ലക്ഷം വരെ ബാരൽ ക്രൂഡ് ഓയിൽ ഇന്ത്യയിലേക്ക് വന്നു എന്നൊക്കെയാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അവിടെ നിന്നാണ് ഇപ്പോ ഈ 6 ലക്ഷത്തിൽ ചില്ലുവാണ്, 7 ലക്ഷത്തിൽ താഴെയായിട്ട് ചുരുങ്ങിയിരിക്കുന്നത്. അപ്പോഴും റഷ്യയിൽ നിന്ന് ഇന്ത്യ കൊണ്ടുവരുന്ന ക്രൂഡ് ഓയിലിന്റെ അളവിൽ വർധനവ് തന്നെയാണ്. കാരണം 2022 ഫെബ്രുവരിക്ക് മുമ്പ് ഇന്ത്യ മാത്രമാണ് റഷ്യൻ ക്രൂഡ് ഓയിൽ വാങ്ങിക്കൊണ്ടിരുന്നത്. പക്ഷെ അവിടെ നിന്ന് ഇപ്പോഴും 6 ലക്ഷം ബാരലിന് മേൽ ഇപ്പോഴും പ്രതിദിനം ഇന്ത്യ ക്രൂഡ് ഓയിൽ വാങ്ങുന്നു എന്ന് പറയുമ്പോൾ അത് ചെറിയൊരു കണക്കൊന്നുമല്ല എന്നുള്ളതുകൂടി നമ്മൾ അടിവരയിട്ട് പറയണം. ഇപ്പൊ ഇവിടെ ഇന്ത്യയിലെ പൊതുമേഖലാ എണ്ണ കമ്പനികൾ നേരത്തെ തന്നെ നിലപാട് പ്രഖ്യാപിച്ചിരുന്നു. ഇന്ത്യ അമേരിക്കയുമായിട്ടുണ്ടാക്കിയ ഒരു സന്ധിയുടെ പശ്ചാത്തലത്തിൽ അമേരിക്കൻ ഉപരോധം, അല്ലെങ്കിൽ അമേരിക്കയും ഇന്ത്യയുമായിട്ടൊരു വ്യാപാര കരാർ നടപ്പിലാക്കപ്പെടുന്ന സാഹചര്യത്തിൽ അമേരിക്കയുടെ സമ്മർദ്ദങ്ങൾക്ക് വശംവദരായിട്ട് ഇന്ത്യ റഷ്യൻ ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് അത് വലിയൊരു അളവിൽ കുറച്ചിരുന്നു. ഇന്ത്യയിലെ പൊതുമേഖലാ എണ്ണ കമ്പനികളെല്ലാം തന്നെ റഷ്യൻ ക്രൂഡ് ഓയിലിന് പകരമായിട്ട് നമ്മുടെ മിഡിൽ ഈസ്റ്റിൽ നിന്ന് ക്രൂഡ് ഓയിൽ കൊണ്ടുവരാൻ നടപടി എടുത്തു എന്നുള്ളതാണ് നേരത്തെ പറഞ്ഞിരുന്നത്. ഇന്ത്യയിലെ സ്വകാര്യ കമ്പനിയായ റിലയൻസ് ആണ് ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ റഷ്യയിൽ നിന്ന് വാങ്ങിക്കൊണ്ടിരുന്നത്. അവരും പൂർണ്ണമായിട്ട് അവിടെ നിന്ന് വിട്ടു നിൽക്കുന്നു എന്നുള്ളതാണ് ഔദ്യോഗികമായിട്ട് പറഞ്ഞത്. പക്ഷെ ഇപ്പോഴും വരുന്ന വിവരം അനുസരിച്ച് ഈ ഷാഡോ ഫ്ലീറ്റുകൾ വഴി, ഷാഡോ ഫ്ലീറ്റ് എന്ന് പറഞ്ഞാൽ കള്ളക്കടത്ത്, ഔദ്യോഗിക രേഖകളോ മറ്റ് ഒരു പതാക പോലും ഇല്ലാതെ വരുന്ന കപ്പലുകളെയാണ് ഷാഡോ ഫ്ലീറ്റുകൾ. അതുവഴി നിർബാധം റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ ഇന്ത്യയിലേക്ക് വരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോ റിലയൻസ് റഷ്യയിൽ നിന്ന് പൂർണ്ണമായി പിൻവാങ്ങിയെങ്കിലും കഴിഞ്ഞ മാസം അവസാനം ലോഡ് ചെയ്ത 2 ടാങ്കർ കൂടി റിലയൻസിന്റെ റിഫൈനറികളിൽ എത്താനുണ്ട്. പക്ഷെ മറ്റൊരു സ്വകാര്യ ഇടപാടുകാരനായ നയര, അവര് റഷ്യയിലെ പൊതുമേഖലാ എണ്ണ കമ്പനിയായ റോസ്നെഫ്റ്റിന്റെ ഒരു സഹോദര സ്ഥാപനമാണ്. അപ്പൊ അവരിപ്പോഴും റഷ്യൻ ക്രൂഡ് ഓയിൽ കൊണ്ടുവരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷെ ഇന്ത്യയിലെ മറ്റൊരു പൊതുമേഖലാ എണ്ണ കമ്പനിയായ HPCL, ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്, പൂർണ്ണമായും റഷ്യൻ ക്രൂഡ് ഓയിലിന്റെ ഇടപാട് നിർത്തിവെച്ചിട്ടുണ്ട്.
പക്ഷേ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനും ഭാരത് പെട്രോളിയം കോർപ്പറേഷനും ഇപ്പോഴും റഷ്യൻ ക്രൂഡ് ഓയിൽ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് വിവരം. അപ്പൊ ഇവിടെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നടത്തിയ പ്രസ്താവന ഈ ഒരു അർത്ഥത്തിൽ നമ്മൾ ഓർക്കേണ്ടതാണ്. കാര്യം ഇന്ത്യയിലേക്ക് വരുന്നതിന് തൊട്ടു മുൻപ് അദ്ദേഹം നടത്തിയ പ്രസ്താവന, അമേരിക്ക റഷ്യയിൽ നിന്ന് ഇന്ധനം വാങ്ങുന്നുണ്ടെങ്കിൽ അതേ അവകാശം ഇന്ത്യക്കും ബാധകമാണ്. അമേരിക്ക റഷ്യയിൽ നിന്ന് ആണവ ഇന്ധനം വാങ്ങിക്കൊണ്ട് പോയാണ് അമേരിക്കയിലെ ആണവ റിയാക്ടറുകൾ പ്രവർത്തിപ്പിച്ച് അവിടെ വൈദ്യുതി ഉൽപാദനം നടക്കുന്നത്. അപ്പൊ ഇത് ബോധപൂർവം മറച്ചുവെച്ചുകൊണ്ടാണ് ഇന്ത്യ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിനെ അമേരിക്ക എതിർത്തത്. അപ്പൊ അത് നടപ്പിലാകില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കൂടാതെ അദ്ദേഹം നടത്തിയ മറ്റൊരു പ്രസ്താവന കൂടിയുണ്ട്. ഇന്ത്യയും റഷ്യയുമായിട്ട് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന ഈ എണ്ണ കരാർ സംബന്ധിച്ചുള്ള അനിശ്ചിതത്വം അതൊരു താൽക്കാലിക അഡ്ജസ്റ്റ്മെന്റ് മാത്രമാണ്. ഇന്ത്യയിലേക്ക് റഷ്യൻ ക്രൂഡ് ഓയിൽ നിർബാധം ഒഴുകിക്കൊണ്ടേയിരിക്കുന്ന പുടിൻ ആ സമയത്ത് പറഞ്ഞിരുന്നു. അദ്ദേഹം ഇന്ത്യയിൽ വെച്ച് നടത്തിയ പ്രസ്താവന ഇങ്ങനെയായിരുന്നു: ഇന്ത്യക്ക് വേണ്ട പെട്രോൾ, ഡീസല്, പ്രകൃതിവാതകം, പാചകവാതകം, കൽക്കരി അടക്കമുള്ളവ യഥാസമയം എത്തിച്ചു തരാൻ പ്രാപ്തിയുള്ള വിശ്വസ്തരായ സപ്ലയർ അത് റഷ്യ മാത്രമാണ് എന്നാണ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യയിൽ വെച്ച് നടത്തിയ പ്രസ്താവന. അപ്പൊ അതും കൂടി ചേർത്ത് വായിക്കുമ്പോൾ ഇക്കാര്യത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു താൽക്കാലിക അഡ്ജസ്റ്റ്മെന്റ് മാത്രമാണ്. റഷ്യൻ ക്രൂഡ് ഓയില് ധാരാളമായിട്ട് ഇന്ത്യയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള കണക്ക് അടിവരയിട്ട് പറയേണ്ടി വരും. പക്ഷെ ഇത് നമ്മൾ വെറും ഒരു അജ്ഞാതൻ എന്ന് പറഞ്ഞ് നമ്മൾ ഇതിനെ നിസ്സാരമായിട്ട് എഴുതി കളയേണ്ട ഒരു സംഗതിയല്ല. വലിയ സുരക്ഷാ ഭീഷണിയുള്ള സംഭവം കൂടിയാണ്. കാരണം ഈ ഷാഡോ ഫ്ലീറ്റുകൾക്കെതിരെ യൂറോപ്യൻ യൂണിയനും നാറ്റോ അംഗരാജ്യങ്ങളെല്ലാം തന്നെ വലിയ നടപടികൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. വലിയ രീതിയിൽ ഇത് റെയ്ഡ് ചെയ്ത് പിടിച്ചെടുക്കുന്ന അടക്കമുള്ള നടപടികൾ നടക്കുന്നു. ഉക്രൈൻ കഴിഞ്ഞ ദിവസം ഈ ഷാഡോ ഫ്ലീറ്റുകളുടെ ഭാഗമായ രണ്ട് എണ്ണക്കപ്പലുകൾക്ക് നേരെ ഡ്രോൺ ആക്രമണം നടത്തി അതിനെ നശിപ്പിച്ചു കളഞ്ഞു. അത് ഇനി ഉപയോഗിക്കാൻ കൊള്ളില്ലാത്ത അവസ്ഥയിലായി. അപ്പൊ ഇത്തരത്തിൽ വലിയ സുരക്ഷാ ഭീഷണികൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. അപ്പൊ അതെല്ലാം മറികടന്നുകൊണ്ടാണ് ഇന്ത്യയിലേക്ക് ചില അജ്ഞാതർ ഈ ക്രൂഡ് ഓയിൽ ഇങ്ങനെ എത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോ ഇത് വെറും ഒരു വാർത്തയല്ല. കെപ്ലർ എന്ന് പറയുന്ന അറിയപ്പെടുന്ന ഒരു അന്താരാഷ്ട്ര ഏജൻസി പുറത്തുവിട്ട ഒരു വിവരമാണ്. ഇനി മറ്റൊന്നുകൂടി മനസ്സിലാക്കണം. കഴിഞ്ഞ നവംബറിൽ ഉണ്ടായതിനേക്കാൾ വലിയ വർധനവ് ഇപ്പോൾ ഡിസംബർ പകുതി ആയിരിക്കുന്നു. ഈ അജ്ഞാതരാൽ കൊണ്ടുവരുന്ന ക്രൂഡ് ഓയിൽ ഇന്ത്യയിൽ വലിയ രീതിയിൽ വരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്. അത് രാജ്യത്തെ സംബന്ധിച്ച ക്രൂഡ് ഓയിൽ എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമുള്ള ക്രൂഡ് ഓയിലിന്റെ ഏതാണ്ട് 87% നമുക്ക് പുറത്തുനിന്ന് വാങ്ങാതെ നിവൃത്തിയില്ല. അപ്പൊ അതിന്റെ സോഴ്സ് എങ്ങനെയും ആയിക്കോട്ടെ, അത് നമ്മുടെ ഇന്ധന സുരക്ഷിതത്വത്തിലേക്കുള്ള മുതൽക്കൂട്ടായിട്ട് തൽക്കാലം നമുക്കതിനെ കരുതാം.